അതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ എങ്ങനെയൊക്കെ ആയിരുന്നു, ആരിലൂടെയൊക്കെ എങ്ങനെയായോ അതിൻ്റെ ചരിത്രം പ്രസ്താവിച്ചതിൽ ഒന്നുകൂടെ ഞങ്ങളെ വേണ്ടവരെ ഓർക്കാനും ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവിടത്തോട് ചോദിച്ചുകൊണ്ട്, ആലോചന ചോദിച്ചുകൊണ്ട് മുന്നേറാനും ഈ നാളുകളിൽ പ്രവർത്തകരായി ആയിരിക്കുന്നവർ തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കാനും ആരാധകരായി തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ അവിടുത്തെ ദിവ്യമായ ജ്ഞാനത്താലും അവിടുത്തെ ദിവ്യമായ കരുതലാലും അവിടുത്തെ നവമായ ചിന്തകളാലും ഈ പ്രസംഗ ആരാധനയുടെ ഭാഗത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തിയ ക്രിസ്തുവിന്റെ പ്രാർത്ഥനകളെ ഞാന് ബഹുമാനിക്കുന്ന ഇടവക ശുശ്രൂഷകർ റവറൻഡ് ലൂയിസ് അച്ഛൻ അവരുടെ എന്നെ ഉത്തരവാദിത്തത്തിലേക്ക് ക്ഷണിച്ച സഭയുടെ സഭാ സെക്രട്ടറി എൻ്റെ സുഹൃത്തുമായ ജയൻ അവരുടെ ഏറ്റവും മനോഹരമായി ഗാനങ്ങൾ ആരംഭിക്കുന്ന കൊയറിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട ദൈവ വിശ്വാസികളെ, നിങ്ങൾക്ക് ആദ്യമായി തന്നെ 32ാമത് സഭാദിനത്തിൻ്റെതായിട്ടുള്ള നന്മകളും ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഞാൻ ഡയസിലോട്ട് കയറി വന്നപ്പോൾ തന്നെ നിങ്ങളുടെ യൂണിഫോം കണ്ട് ഞാൻ എന്നെ നോക്കി. കൃത്യമായിട്ട് ഉള്ള യൂണിഫോം വേറൊരു ആൾക്കാർ നമ്മൾ ഒരുമിച്ച് തുകയെടുത്ത് തയ്പ്പിച്ചു നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് സിംഗറെ പൊരുത്തപ്പെട്ടു. പിന്നെ അതിലും ആവേശകരമായി തോന്നിച്ച് ആദ്യം പാടിയത് 68ാമത്തെ പാട്ട്. 68ാമത്തെ പാട്ട് തുടങ്ങിയപ്പോൾ ആദ്യത്തെ കിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, ഇന്നത്തെ പാട്ടുപുസ്തകത്തിലെ പാട്ടിലെ പാടുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായി ആ പാട്ട് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ വിരുദ്ധവും ഇടയിൽ വരുന്ന പാട്ടും ഞാൻ കേട്ടിട്ടില്ല. പാട്ട് ഏകദേശം ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പാടുന്നു. പക്ഷേ അതിനിടയിലുള്ള ആ ഭാഗവും വളരെ കൃത്യമായിട്ട് തോന്നി. അത് വളരെ നന്നായിട്ട് ആ ഭാഗം രണ്ടുപേരും, ഞാൻ ബേസാണ് കളി പാടുന്നത്, അതുകൊണ്ട് തന്നെ ബേസും മറ്റൊരു നന്നായിട്ട് സുപ്രാകാരും ടെന്നറുകാരും ഓട്ടോക്കാരും ഒക്കെ നന്നായിട്ട് അവരുടെ ഭാഗം ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതും സന്തോഷം. നല്ല രീതിയിൽ പാട്ടുകൾ ആരാധനയെ സ്വാധീനിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ അതിൻ്റെ വരികൾ എത്രമാത്രം അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇനി ചിന്തനീയമാണ്. 68ാമത്തെ പാട്ടിൻ്റെ വരികൾ ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഞാൻ സന്ദർഭം അതിനനുവദിക്കാത്തതുകൊണ്ട് പാടാനോ നിങ്ങളെ പാടിപ്പിക്കാനോ ആഗ്രഹിക്കില്ല. പിന്നെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞതിൽ ഒരു തിരിച്ച് എൻ്റെ 3 മക്കളുണ്ട്, 3 പേര് സംബന്ധിക്കുന്നുണ്ട്. ഇനി അവരെ തന്നെ ചർച്ച ചെയ്തിട്ട് ആരൊരാളും ഒഴിവാക്കപ്പെട്ടത്. എനിക്ക് 2 ആൺകുട്ടികളും ഒരു മകളുമുണ്ട്. 3 പേര് ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ സഭയിൽ ഇത്രയും വലിയ വിസ്താരമുള്ള ഒരു ഡയസ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. 2 പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ സ്ഥാനം താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ പണികളൊന്നും അത്ര ഫിനിഷിങ് അല്ലാത്തൊരു ചിത്രമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഉടലെടുത്ത് വരുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2014 അവസാനം ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഡയറിക്കകത്ത് ഞാനതൊരു സഭാദിനത്തിൽ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെ കൊട്ടാരോട് പറഞ്ഞു, സഭാദിനം ഇപ്പോൾ മാറ്റിയതാണ് പറഞ്ഞത്. ഇവിടെ അതുകൊണ്ട് കാര്യമില്ല. ഇതിന് മുമ്പ് വന്നിരുന്നത് യുവജന ആരാധനയായിരുന്നു. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് സഭയുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. കുറേയധികം എൻ്റെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതൊന്നും ഞാൻ ആണെന്ന് ഞാൻ അവകാശപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അവകാശപ്പെടുന്നുണ്ട്, ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു താല്പര്യം 1994 സഭയുടെ നേതൃത്വത്തിൽ വന്നത് മുതൽ ഈ പറഞ്ഞതുപോലെ യൂത്ത് സെക്രട്ടറിയായി, സൺഡേ സ്കൂൾ സെക്രട്ടറിയായി, മഹാരാജ ലിറ്ററേച്ചർ ബോർഡ് സെക്രട്ടറിയായി, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി, സീനിയർ അംഗമായി. പക്ഷേ അതിലുപരി മനുഷ്യനായി തുടരാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ എനിക്ക് ചാർത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രബലമായിട്ടുള്ള പദമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ആരാധനയിലുടനീളം വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലാണ് സഭ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോക്കിൽ ആരും സംതൃപ്തരല്ല. സ്വാഭാവികമാണ്, ആരും അവരവരുടെ തന്നെ ജീവിതങ്ങളിൽ തന്നെ സംതൃപ്തരുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ
അഡ്ജസ്റ്റ്മെന്റിനിടയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സഭയും വിശ്വാസ സമൂഹം എത്തിപ്പെടുമ്പോൾ പിന്നെ ആൾക്കാർ പറയും പോസിബിലിറ്റി ഡൈവേഴ്സ് മാത്രമേ ഉള്ളൂ പോസിബിലിറ്റി. ഡൈവേഴ്സ് ചെയ്യാതെ ഇങ്ങനെ പോകുന്നത് ഒരു കല്യാണങ്ങൾ അല്ലെ, ഒരു കുടുംബത്തിൽ രജിസ്റ്റർ എന്നൊക്കെ പറയും പോലെ, ഒരാൾ രജിസ്റ്റർ എന്നൊക്കെ പറയും പോലെ പള്ളി, CSI, ആരാധന, വിശ്വാസം അതൊന്നും ഓറൽ പോലെ തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആഗ്രഹം നമ്മളെ ഭരിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിൽ നമുക്ക് നിലനിന്ന് പോകാം. ഒരു പക്ഷേ 2024 വർഷത്തെ അവസാനത്തെ മാസത്തിന്റെ 1-ാം തീയതി എത്തുമ്പോൾ അടുത്ത നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ 25 വർഷമാണ് കവറിയാൻ പോകുന്നത്. എത്ര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. 1991 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത്. ജയനോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആലോചിച്ചു, ഞാൻ കേരളത്തിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തതുകൊണ്ട് പഠിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. നിങ്ങൾക്കൂടെ അടുത്തായിരിക്കും മാർത്താണ്ഡം. അങ്ങനെ മാർത്താണ്ഡത്തിൽ നിന്ന് മാർത്താണ്ഡം പോയാണ് പഠിച്ചത്. ഞാൻ പറയുന്നത് പോലെ വലിയ പ്രായമൊന്നും എനിക്കില്ല. എനിക്ക് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെ ഒരു 10 വയസ്സേ ഉള്ളൂ, എനിക്ക് 50 വയസ്സേ പ്രായമുള്ളൂ. പക്ഷേ തല ധരിക്കുന്നുണ്ട്. തല ധരിക്കുന്നത് നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം വളർത്തുള്ള മണ്ണിലെ ഈ സമയത്തിലെ കാക്കോട്, കാലിക്കോട്, പൂക്കോട് എന്നൊക്കെ പറയുന്നത് പോലെ ഞാനതിന് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് തലപ്പിൽ എന്നുള്ളതിൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പം സൂക്ഷിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ദൈവാനുഭവം, നിങ്ങൾ പള്ളിയിൽ നിന്ന് സംശയിച്ച ഒരു വിശ്വാസത്തിന്റെ തലമുണ്ട്. ഒരുപക്ഷെ ആ വിശ്വാസത്തിന്റെ തലത്തിലാണ് ഞാൻ ഇന്ന് നിന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും വിശ്വാസവും. പക്ഷെ ഏതോ ചില സാഹചര്യങ്ങളിലൊക്കെ അകപ്പെട്ട് മനുഷ്യൻ ചിലപ്പോഴൊക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മാറി പോകുന്നു. അതവനെ മനുഷ്യന്മാരുമായിട്ടുള്ള അകൽച്ചയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയാം. ആകത്തുകയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കും ശരിക്കും സാധ്യതകളുണ്ടായിരുന്നു. സാധ്യതകൾ കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജീവിതങ്ങളിൽ വിജയം കരസ്ഥമാക്കാൻ പലപ്പോഴും കഴിയാതിരിക്കുകയും ചെയ്യും. തൽക്കാലം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം വളരെ വേഗം പോകുന്ന എനിക്ക് 10 അതുകൊണ്ട് തന്നെ വേഗം ആരാധന നടത്തണമെന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ കരോളിൽ തുടങ്ങുന്നു. ഉള്ളൂരാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കരോൾ അവസാനിക്കുന്നു. അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ നമുക്ക് പറഞ്ഞു പോകാം. ഇന്ന് ആഗമന കാലഘട്ടത്തിന്റെ സുവാർത്തയെ പറ്റിയാണ് ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ആഗമന കാലഘട്ടത്തിൽ എന്ത് സുവാർത്തയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്? ജാദൂർ മനോഹരമായി പറഞ്ഞു വെച്ചിരിക്കുന്ന തന്റെ കവിതയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഇതിവൃത്തമുണ്ട്. അർത്ഥം എങ്ങനെയാണ്? പ്രകാശത്തിന്റെ മുന്നിലാണെങ്കിൽ നിഴൽ നിന്റെ പിന്നിലായിരിക്കും. പ്രകാശം നിന്റെ പിന്നിലാണെങ്കിൽ നിഴൽ നിന്റെ മുന്നിലായിരിക്കും. പ്രകാശം നിന്റെ ഉള്ളിലാണെങ്കിൽ നീയുമില്ല, നിഴലുമില്ല. ഐ റിപ്പീറ്റ്, പ്രകാശം നിങ്ങളുടെ മുന്നിലാണെങ്കിൽ നിഴൽ നിങ്ങളുടെ പിന്നിലായിരിക്കും. പ്രകാശം നിങ്ങളുടെ പിന്നിലാണെങ്കിൽ നിഴൽ നിങ്ങളുടെ മുന്നിലായിരിക്കും. പ്രകാശം നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ നീയുമില്ല, നിഴലുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലത്തിന് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം. നീയും ഞാനും ഇല്ലാത്ത ഒരു കാലഘട്ടം, നമ്മൾ മാത്രമുള്ള ഒരു കാലഘട്ടം. അങ്ങനെ നീയും ഞാനും ഇല്ലാതെ നമ്മൾ മാത്രമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് സഭയ്ക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിലപ്പുറം വലിയ സുവാർത്ത ഒരു ആഗമന കാലത്തിൽ നിങ്ങൾക്ക് സംശീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വായിച്ചു കേട്ട മറിയുടെ പാട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമുണ്ടല്ലോ. എന്റെ കുലം കർത്താവിനെ മുഖപ്പെടുത്തുന്നു, പ്രമുഖ കാല സിംഹാസനത്തിൽ നിന്നിറങ്ങി താണവരെ ഉയർത്തിയിരിക്കുന്ന ദൈവം, വിശന്നിരിക്കുന്ന നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു തന്നിരിക്കുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അവർക്ക് ലളിതമായിട്ട് തോന്നിയിരിക്കണം. തലമുറകൾ മുഴുവനായിട്ടും ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമല്ല. യഥാർത്ഥത്തിൽ തലമുറകൾ മുഴുവനും ഭാഗ്യവതി എന്ന് വാഴ്ത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒത്തിരി മനുഷ്യന്മാർ ക്രിസ്തു ജനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ തനിക്ക് ലഭ്യമായി വരാൻ പോകുന്ന നന്മകളെ പുറക്കാലം കൊണ്ട് ചവിട്ടി കഴിച്ച ഒരു മനുഷ്യനുണ്ട്. അവൻ ഇന്നും പരിതപിക്കുന്നുണ്ടായിരിക്കും. ജീവിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരിക്കും. അദ്ദേഹത്തിന്റെ പേരാണ് സത്രക്കാരൻ. ആ സത്രക്കാരന് ലോകം ഉള്ളിടത്തോളം കാലം സുവർണ ലിപികൾ അയാളുടെ പേരെഴുതി വെച്ചിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ പുൽക്കൂടുകളിൽ പോലും അദ്ദേഹത്തിന്റെ രൂപം പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഈ യുഗപ്രമിക്ക് വേണ്ടി തന്റെ സത്രം ഒരുക്കി നൽകിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് കഴിയാവുന്നതിന് കാരണം അദ്ദേഹം മാത്രമല്ല, ആ സമൂഹം അദ്ദേഹത്തിന് അതിനുള്ള അവസരം ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറയണം. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സത്രത്തിൽ മറ്റാരും ഒക്കെ വാടക കൊടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാടകക്കാരെ വഴിക്ക് വെച്ച് ഇറക്കിവിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കണം
നിറവൈദ്യമായിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയുമായിട്ട് ഒരു പുരുഷൻ വന്നതിന് വാതിൽക്കൽ മുട്ടി പ്രസവത്തിന് വേണ്ടി മുറ തുറന്നു കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിന് വാതായനങ്ങൾ കുട്ടികളെ അദ്ദേഹം പറയുന്നത് ദിസ് ഇംപോസിബിൾ ഫോർ യു ടു ഓപ്പൺ മൈ റൂം. കാരണം സത്രത്തിൽ ഇടമില്ല എന്നുള്ളതാണ്. ഇവിടെ കണ്ട് കൊയറിൽ ഏറ്റവും ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ 7 മക്കൾ ഇരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു വെച്ചതാണ്, പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരാളോട് വന്നാലും അവർ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രൊവൈഡ് അവരെ നെഞ്ചോട് കേൾക്കുന്ന അവരുടെ സ്വന്തം കൂട്ടുകാരിയാണ്. മറിച്ച് ഇപ്പോഴത്തെ സാധാരണക്കാരി പറഞ്ഞാൽ ചില നമുക്ക് വികാസം താമസിക്കും സ്ഥലമില്ല. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് കൃത്യം മനസ്സിലാവും അല്ലെ. 4 പേരിക്കുന്ന സീറ്റിൽ 5-ാമനായിട്ട് ഇവരെ കൂട്ടുകാരെ എന്ത് അഡ്ജസ്റ്റ് ചെയ്ത ഒരു സ്ഥലം ഉണ്ടാക്കുന്നത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിസ്തൃതി എടുത്തിട്ട് ഇത് 3 സീറ്റാണ് നമ്മളുടെ ഉണ്ടാവും. 1, 2, 3 ഞെരുക്കിയിരിക്കണം, പറ്റില്ല. ഒരു പക്ഷെ സത്രത്തിന് ഇടമുണ്ടായിരിക്കണം. പക്ഷേ സത്രത്തിൽ ഇടമുണ്ടാകണമെങ്കിൽ എവിടെയാണ് ഇടമുണ്ടാകേണ്ടത്? സത്രത്തിൽ താമസിക്കുന്നവന്റെ മനസ്സിലാണ് ഇടമുണ്ടാകേണ്ടത്. ഇടമുണ്ടാകേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ് ഇടമുണ്ടാകേണ്ടത്. നമ്മുടെ ചുറ്റുമൊക്കെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ തിക്കിത്തിരക്കിയ ആൾക്കാരുണ്ടായിരിക്കും. അതിനിടയിലും നമ്മളുമായി അടുപ്പമുള്ള ഒരാൾക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലിടമുണ്ടെങ്കിൽ സ്ഥലം ഉണ്ടാവും. പള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു, കുടുംബങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അപഗ്രഥിക്കുമ്പോൾ പോകുന്നത് കൃത്യമായി പറയാൻ പറ്റും. മനുഷ്യന്മാരുടെ മനസ്സുകളിൽ സ്ഥലമില്ലാവോ? വിശ്വാസികളുടെ മനസ്സ് ഇടുങ്ങി പോകുന്നു. വിശ്വാസികളുടെ മനസ്സ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ പരുവപ്പെടുന്നില്ല എന്ന് പറയേണ്ടി വരും. ആരാ ഇതിന്റെ പ്രശ്നങ്ങൾ? എന്ത് ഇത്തരത്തിലുള്ള സാഹചര്യം നമുക്കുണ്ടാകുന്നു? സ്വന്തം എന്ന പോലെ അവരെ സ്വീകരിക്കാൻ, അവരെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സുകൾക്ക് പര്യാപ്തമാവില്ല. പിന്നെ എങ്ങനെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും? എങ്ങനെ ഈ മനുഷ്യർ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റും? മനസ്സിൽ ഇടമുണ്ടാകണം. മനസ്സിൽ ഇടമുണ്ടാകണമെങ്കിൽ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്ന പകയും വിദ്വേഷവും എടുത്തു മാറ്റണം. സ്വാമി വിവേകാനന്ദനെ കാണാനായിട്ട് ഒരു സ്ത്രീ പോയിട്ട് പറയുന്നുണ്ട്, സ്വാമിജി ഐ ആം കൺഫ്യൂസ്ഡ്, വളരെ ടെൻഷനിലാണ്. അദ്ദേഹം പറഞ്ഞു ടെൻഷൻ ഒരു കാര്യം ചെയ്തു. നാളെ ഒരു കുട്ടി പാലുമായിട്ട് വന്നപ്പോൾ ആ പാലിനെ വാങ്ങി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഗ്ലാസ്സിലിരിക്കുന്ന മണ്ണിലേക്ക് ഈ പാല് പകരുന്നുണ്ട്. പാലിങ്ങനെ പകർന്നു അല്ലെ, ഗ്ലാസ് നിറഞ്ഞ് കുറച്ച് പാല് അകത്തേക്ക് പോകുന്നുണ്ട്, ഈ മണ്ണിനിടയിലൂടെ പോകുന്നത്. ഗ്ലാസ് നിറഞ്ഞിങ്ങനെ കത്തിച്ചൊഴുകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലൂടെ തറയിൽ വീണ് ഇങ്ങനെ പാലിട്ടുണ്ട്. ഈ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല, പണം കൊടുത്ത് വാങ്ങിച്ചുള്ള പാലല്ല, തലയിൽ വെച്ച് കളയാം. എന്തായി പരിപാടികൾ നടത്താൻ നോക്കി ഏതുതരത്തെ പഠിച്ച് തന്നെ നഷ്ടപ്പെടുത്തുന്നത്. എന്നിട്ട് സ്ത്രീയോട് ചോദിക്കുന്നത് നിനക്ക് മനസ്സിലായി. അവസാനം അവർ പറഞ്ഞിരിക്കുന്നത് പാപം കുത്തി നിറക്കിയിരിക്കുന്ന മനസ്സിന് സമാധാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പാപം എന്ന് പറയുന്ന മണ്ണിനെ, കളിമണ്ണിനെയോ അതിനെയൊക്കെ ഈ ഗ്ലാസ്സിൽ നിന്ന് മാറ്റിയാലേ ഈ പാലിനെ ഈ ഗ്ലാസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ സുവാർത്ത ഒരു ആഗമന കാലത്തിന്റെ സുവാർത്ത എന്നോണം ഇനി നമുക്ക് ഈ വർഷം മനസ്സിലാക്കാൻ കഴിയുന്നത് മനസ്സുകളിൽ ഇടമുണ്ടാകണം. മനസ്സുകളിൽ ഇടമുണ്ടാകണമെങ്കിൽ അവന് എന്റെ സഹോദരൻ എന്നുള്ള തോന്നലുണ്ടാകണം. ക്രിസ്തു സ്നേഹത്തിനെ പറ്റി ഉദാത്തമായ ഉദാഹരണം പറഞ്ഞു പോകുമ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാന ഭാഗം നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ച് പരിചിതമായിട്ടുള്ള നല്ല ശബരിയാക്കാരൊക്കെയാണ്. പുരോഹിതൻ വന്നു, he want to conduct a service at church. പുള്ളി പറഞ്ഞു എനിക്ക് പള്ളിയിൽപ്പെട്ട ആരാധന, കാരണം മുന്നാളികൾ കാത്തിരിക്കുക, ഞാൻ തയ്യാറാക്കുന്ന പ്രസംഗിച്ച് ആൾക്കാരെ മാനസാന്തരപ്പെടുത്താൻ പറ്റും. സോ ഐ ഹാവ് ടു ഗോ. പിന്നെ കുറേ ലേഖ്യം വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സഹായം വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായ പണികളുണ്ട്. ഒരു പണിയില്ലാത്തവനാണ് ശബരിക്കാരൻ. നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ പണി ഉണ്ടായിരുന്നു.
without helping him, what is going to happen? ഞാനും ഈ മനുഷ്യനെ അറ്റൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മനുഷ്യന് he is going to lose his life. അവന് ഈ മനുഷ്യനെ ഞാനും കൂടെ തിരിഞ്ഞു നോക്കാൻ ആ മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെടാൻ പോകുന്നത്. നമ്മൾ മാറി നടക്കുമ്പോൾ എത്ര ജീവിതങ്ങളായിരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ശമരിയക്കാരൻ വിചാരിച്ചത് അവൻ ഈ മനുഷ്യനിൽ തന്റെ സഹോദരനെ കണ്ടു എന്നുള്ളതാണ്. ഈ അപരിചിതനായ മനുഷ്യന്റെ മുഖത്ത് തന്റെ സഹോദരനെ ദർശിച്ചു. കൊണ്ടുവരുമ്പോൾ പറഞ്ഞു വരുന്നത്, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ ചുമ്മാ പറയാം. ദൈവം സ്നേഹത്തിന് നിങ്ങൾ പാപരാത്രികളെ പ്രസംഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് സ്വന്തം സഹോദരനെ അവരിൽ സ്വന്തം സഹോദരനെ കാണാൻ കഴിയില്ലെങ്കിൽ യു cannot even qualify as a disciple of Christ. ഇതിന്റെ ശിഷ്യനെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറച്ചില്ല. സ്നേഹമാണ് സാധനം കൂടി. പക്ഷേ സ്നേഹത്തിന്റെ ഒരു തരിവ് പോലും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഈ സഹോദരന്മാരൊക്കെ തെരുവിൽ കിടന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ശരീരക്കാരന്മാരൊക്കെ തന്നെ അവന്റെ പണി ചെയ്യാതിരിക്കുമ്പോൾ എത്രയോ മനുഷ്യന്മാരുടെ ജീവിതങ്ങളാണെന്നറിയാമോ തെരുവിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മനുഷ്യനുണ്ടാകുന്ന നഷ്ടബോധം, ശമരിയക്കാരൻ ഉണ്ടാകുന്ന നഷ്ടം എന്താണ്? അദ്ദേഹത്തിന് ഒരു പക്ഷേ അന്നത്തെ ജോലിയായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ദിവസം തന്റെ കുടുംബത്തിന് പ്രവർത്തനമായിട്ടുള്ള സാധ്യതകൾ എന്തെങ്കിലുമായിരിക്കാം നഷ്ടപ്പെടാൻ പോകുന്നത്. പക്ഷേ ഈ മനുഷ്യൻ എനിക്ക് കമ്പയർസ് അവനുണ്ടാകുന്ന നഷ്ടങ്ങൾ മുഴുവൻ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് മറ്റേ ക്ലാസ്സിൽ ഈ അവനുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അവനുണ്ടാകുന്ന നേട്ടങ്ങളുടെ തട്ട് താഴ്ന്നു നിൽക്കുന്നുണ്ട്, എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഉയർന്നു പോകുന്നത്. സോ അപ്പോഴാണ് വേർപാടിയത്. നഷ്ടങ്ങൾ സാരമില്ല, കണ്ടു നീ സാരമില്ല, ഞൊടി നേരത്തേക്കുള്ള ഒരു ദിവസമുള്ള എന്റെ കഷ്ടം സാരമില്ല എന്നും ഈ കഷ്ടത്തെ ഞാൻ തൃണവൽക്കരിച്ചാൽ ഇത് വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇന്നത്തെ സഭയ്ക്ക് ഇതിന് കഴിയാതെ പോകുന്നത് ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. ക്രിസ്തു പഠിപ്പിച്ച നവദർശനങ്ങൾ, സന്ദേശങ്ങളുടെ ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് സൺഡേ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ 1-ാം തലത്തിൽ വന്നിരിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ഏറ്റവും ചെറിയ വാക്യം God is ദൈവം സ്നേഹം തന്നെ. നമ്മുടെ വീടുകളിൽ കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുമായിരുന്നു. സംഘടനയുടെ വാർഷികത്തിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ എഴുതിയ വാക്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. എന്നൊക്കെ വാക്യം കൊടുത്താൽ പോലും അതിൽ വായിച്ചു കൊടുക്കുന്നില്ല. God is love. ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ നമ്മൾ കാണുന്നത്. തന്റെ സ്വന്തം പുത്രനെ നശിപ്പിച്ചാണെങ്കിലും he want to save the earth. ഭൂമിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഭൂമിയുടെ സംരക്ഷണം അദ്ദേഹം മനസ്സിലാക്കുന്നത് this is greater than water I can. ഇടം ഉണ്ടാകേണ്ടത് സത്രത്തിലല്ല, സത്രക്കാരന്റെ മനസ്സിലും സത്രത്തിൽ താമസിക്കുന്നവരുടെ മനസ്സിലുമാണെങ്കിൽ 2024-2025 ഒക്കെ നമുക്ക് കുറേയധികം നല്ല ശരീരക്കാരന്മാർ നമ്മുടെ നാട്ടിൽ ഇടവകയും ഒക്കെയുള്ള എന്തു കാര്യം ചെയ്യുമ്പോഴും ഓർക്കണം, അവരെ നഷ്ടം വരുത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. അവരെ നൊമ്പരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്നത് പറയാൻ പറ്റും. എനിക്കില്ലാത്തൊരു സാധനം ശത്രുക്കളാണ്. ഒരു മനുഷ്യന് ശത്രുക്കളില്ല. എനിക്ക് ശത്രുത ബാധിക്കുന്നവരോടൊപ്പം എന്നോട് മോശം സംസാരിക്കുന്നവരോടൊപ്പം ഞാൻ ദൈവമായിട്ട് സെറ്റ് ചെയ്യും. അതാരുടെ പ്രശ്നമായിക്കോട്ടെ. അതുകൊണ്ട് തന്നെ വളരെയധികം എനിക്കറിയില്ല, എനിക്ക് ശത്രുക്കളെ പെരുമാറാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇഷ്ടം നോക്കിയിട്ടുണ്ടായോ എല്ലാ മനുഷ്യരാണ് സംസാരിക്കും. എനിക്ക് വിഷമമുള്ള ചില സ്വഭാവ സവിശേഷങ്ങൾ കണ്ടാൽ പോലും ഓട്ടെ. അവരങ്ങനെ സൃഷ്ടിച്ച് അവർക്ക് ഇങ്ങനെ ഒരു
സാഹചര്യം ഉണ്ടായതായിരിക്കാം. സോ മനുഷ്യന്റെ ജോലിയൊക്കെ ചെയ്യും, ദൈവത്തിന്റെ പണി ദൈവം ചെയ്തോളൂ, മനുഷ്യന്റെ പണി ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സുവാർത്തയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആഗമനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഈ സുവാർത്ത നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. ഇടമുണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. പ്രകാശം ഉള്ളിലുണ്ടെങ്കിൽ ഞാനിവിടെ തീരില്ല. എന്നിലുള്ള പ്രകാശം നിങ്ങളുടെ പ്രകാശത്തെ തിരിച്ചറിയുന്നു, കണ്ടുമുട്ടുന്നു, ആലിംഗനം ചെയ്യുന്നു. സോ ഹി ബിക്കം വൺ. അതാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ പിതാവും ഒന്നത്രേ. അല്ലെ, മനുഷ്യൻ ഏകനായിരിക്കും നല്ല വിചാരിച്ച് ഒന്നിനെ രണ്ടാക്കി ദൈവം പിന്നെ പറയുന്നത്, ഈ മനുഷ്യകുലത്തെ മുഴുവനും ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത്, ഇനി മക്കളും അപ്പനും ഒന്നാണ്. മക്കളും അപ്പനും രണ്ടായപ്പോഴാണ് ഏതെങ്കിലും ഒരുമിച്ച് നടന്നതാണ്. എല്ലാ ദിവസവും ദൈവം വെയിലാകുമ്പോൾ വന്നിരുന്നു തോട്ടത്തിൽ മനുഷ്യനായിട്ട് സംവേദിക്കാൻ. ഇവർ തമ്മിൽ ഒരുമിച്ചായിരുന്നു. എപ്പോഴാണ് ചെയ്യരുത് ചെയ്തത്, ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്തത്, അതോടുകൂടി ഈ ലോസ്റ്റ് ഏതെന്റെ പുറത്ത് പോകുന്നു. നിങ്ങളുടെ താമസം ഏതെന്റെ പുറത്താണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവം പറയുന്നതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം പലതും പറയുന്നത്, ഇപ്പൊ പിള്ളേർ പറയുന്നത് വേദപുസ്തകം പലതും പറയും. അതൊക്കെ പറയുന്നുണ്ട്. ജീവിതത്തിന്റെ വേദനകളിൽ മാത്രം നിലയുടെ ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിന്റെ സന്തോഷത്തിലും ഉയർച്ചയിലും ഈ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഓരോ വർഷങ്ങൾ ഇങ്ങനെ വളരെ വേഗതയിൽ കടന്നു, പക്ഷേ നിലനിൽക്കേണ്ടത് ഉള്ളിലെ തിരുനാളമാണ്. അത് അണയാതെ കാത്തു സൂക്ഷിക്കാൻ എന്താണ് സഭയ്ക്ക് കഴിയുക? തിരുനാളം ഊതിക്കെടുക്കുകയാണ് സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അതിനെ ചൊല്ലിപ്പിക്കുകയാണ്. ദൈവസ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ദൈവസ്നേഹത്തിന്റെ അളവിനെ അല്പം ഒന്ന് പ്രചോദിപ്പിക്കാൻ, ഒന്ന് ഊതി ഒന്ന് കൂടുതൽ ശോഭകളാക്കി തീർക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ? നമ്മുടെ പള്ളി വയ്ക്കുന്ന കാലഘട്ടത്തിൽ 52 കുടുംബങ്ങളോ കൊണ്ട് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് പലായനം ചെയ്തുകൂടാവുന്നു, പള്ളി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ സബ്സിഡി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം 52 ഒരു 100, 120, 150 കൂട്ടി വെച്ച് കാണും. 200 കുടുംബം കാണാൻ ഞാൻ വിചാരിക്കുന്നു. 9 ലീഗന്മാർക്കും 200 വീടുകൾ റിപ്പോർട്ടിനകത്ത് കണ്ടു. ഏകദേശം 150 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് കുറേയധികം ആണുങ്ങളൊക്കെ തന്നെ സമാധാനമായിട്ട് പോയിരുന്നു, ജോലിക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവരൊക്കെ ഇന്നലെ രാത്രി ഭക്ഷണം ഒരുക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉറങ്ങാതെ അവർ പുറത്ത് വിശ്രമിക്കുന്നുണ്ടായിരിക്കും. എന്നെ മനസ്സിനെ പഠിപ്പിക്കാൻ ഞാൻ തൽക്കാലം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ 3/4 സ്ത്രീകൾ 4% അവരൊക്കെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. എല്ലാ കാലത്തും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു സാധനമുണ്ട്. സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദൈവാനുഭവമായിരിക്കും, ദൈവമായിട്ടുള്ള അടുപ്പമായിരിക്കും നിങ്ങൾക്ക് ഒരുപോലെ കിട്ടുന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള അങ്ങനെ ദൈവം കഴിയുന്നതും ഒരേ അകലെ കാലത്ത് സൂക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നതാണ്. പക്ഷേ മനുഷ്യന്മാർക്ക് ഒരു താല്പര്യം ദൈവത്തിനോടൊപ്പം നിൽക്കാൻ. ആകാമത്തുള്ള സങ്കീർത്തനത്തിലൊക്കെ പറയുന്നത് പോലെ, ദൈവം എന്റെ പാപങ്ങളെ കാണാതെ നീ എന്റെ മുഖമൊന്ന് കറുത്ത തുണി കൊണ്ട് കെട്ടിയൊന്ന് മറച്ചോളൂ. ഞാൻ പാപം ചെയ്യുന്നത് നമ്മുടെ ഈ ഒളിച്ച് പാത്രം കഴിക്കും പോലെ ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് കറുത്ത തുണി കൊണ്ട് കെട്ടും. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ സമാധാനം ആഘോഷിക്കുമ്പോൾ ആ തുണിയൊന്ന് അഴിച്ചു വിടും. ദാവീദ് പറഞ്ഞു, ഞാൻ ദാവീദിനെ കുറ്റമൊന്നും പറയുന്നത്, മനുഷ്യന്മാർക്കൊന്നും ആഗ്രഹം അത് തന്നെയാണ്. എന്റെ പാപങ്ങളെ കാണാത്തോളം നിന്റെ മുഖം മറച്ചു പിടിച്ചാൽ നമുക്ക് സമാധാനമായി. ദൈവത്തെ പറ്റി ഒരു പക്ഷേ തോന്നിപ്പോകും വികലമായ കാഴ്ചപ്പാടാണ്. അതുപോലെ സർവം അറിയുന്ന സർവജ്ഞാനി സർവവ്യാപിയുമായിട്ടുള്ള ദൈവത്തോട് പറയുകയാണ്, ദൈവത്തെ ഞാൻ പാപം ചെയ്യുമ്പോൾ നീ ഒന്ന് മുമ്പ് മറച്ചു കിട്ടിയിട്ടുണ്ടോ? മറച്ചു കിട്ടിയ ദൈവത്തിനറിയില്ല. ഇന്നും പള്ളിയിൽ കാണിച്ചുകൊണ്ടുന്ന കൂത്തുകൾ കണ്ടായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നു ദൈവം ഇങ്ങനെ മുഖം മറച്ചു കെട്ടിയിരിക്കുകയാണ്. സ്നേഹിക്കാൻ കഴിയും. വെറുപ്പിന്റെ സുവിശേഷമാണ് ഈ കർത്തവ്യത്തിൽ. അത് സ്നേഹത്തിന്റെ സുവിശേഷമാണ്. ആ സ്നേഹത്തിന്റെ സുവിശേഷം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു പക്ഷേ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചതൊന്നുമല്ല. ചിലർ 10 മിനിറ്റ് എടുക്കാൻ ഭക്ഷണം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ എന്നിട്ട് ഞാൻ ആലോചിച്ചു, 9 പാട്ട് പാടിക്കൊണ്ട് നമ്മൾ പ്രസംഗം നടക്കാൻ പോകുന്നപ്പം ചില ചേച്ചിമാർ
മനുഷ്യന്മാരെ സ്നേഹിച്ച മറ്റൊരു മനുഷ്യന്മാരെ മറ്റു കുറേ മനുഷ്യന്മാരെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർക്കോസ് സുവിശേഷം 12 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാന സുവിശേഷങ്ങളിൽ മത്തായിയിലും ലൂക്കോസിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ ഭാഗങ്ങളും വായിക്കുവാൻ പറയാൻ പക്ഷേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രബലമായിട്ടുള്ള ഒരു സന്ദേശം സൂചിപ്പിക്കാനായിട്ടാണ് കഴിയുന്നത്. രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കാരണം 4 പേർ ചേർന്ന് പക്ഷപാതരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലോർമ്മ ചിത്രമുണ്ടാകും അല്ലേ? പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യൻ നാട്ടിൽ കിടപ്പുണ്ട്. അവനെ രക്ഷപ്പെടുത്താനായിട്ട് ചില ആൾക്കാർക്ക് ചേർന്ന് തീരുമാനിക്കും. അവരൊക്കെ ചേർന്ന് കഠിനമായ പരിശ്രമത്തിലൂടെ ഈ 4 പേര് കൂടെ ചേർന്ന് ഈ മനുഷ്യനെ പൊക്കിയിട്ട് ഒരു ക്രിസ്തു വന്നിരിക്കുന്ന വീട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടേക്ക് കൊണ്ടുവരുമ്പോൾ പുരുഷാരം തിരക്കി ഉള്ളിൽ പ്രവേശിക്കാൻ ഒരു മാർഗമില്ലാതെ കഷ്ടപ്പെട്ട് ചുറ്റി നടക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ആശ കിട്ടിയത്. പൂല പഠിക്കാൻ മാത്രമല്ല വേറെ വഴിയില്ല. പൂല പഠിച്ചാൽ കിട്ടുന്നു, സൗഖ്യം കിട്ടുന്നു, അവൻ പോകുന്നു, പ്രശ്നം കിട്ടുന്നു. പക്ഷേ ഈ 4 പേരാണ് പക്ഷപാതം പിടിച്ച മനുഷ്യന്റെ പ്രത്യേകത അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ ചലിപ്പിക്കാൻ പറ്റുന്ന മനുഷ്യനാണ്. അവന് വെള്ളം കുടിക്കണമെന്നുണ്ട്, ഗ്ലാസ് കൈകൊണ്ടെടുത്ത് വെള്ളം കുടിക്കണമെന്നുണ്ട്, തലച്ചോറ് തീരുമാനിക്കുന്നുണ്ട്, നാടിയിലൂടെ ആ സിഗ്നലുകൾ ശരീരത്തിന്റെ ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. പക്ഷേ കൈ പോകുന്നില്ല, ഗ്ലാസ് പിടിക്കാനായിട്ട് കോർഡിനേഷൻ കിട്ടുന്നില്ല, ഒന്ന് തിരിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, തിരിയാൻ പറ്റുന്നില്ല, വാദം സംസാരിക്കാൻ പറ്റുന്നില്ല, എല്ലാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, തീരുമാനിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ നോക്കിയാൽ കുടുംബനാഥന്മാരുടെ അവസ്ഥ ഇത് തന്നെ, പലതൊക്കെ തീരുമാനിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റില്ല. പിള്ളേരുടെ അവസ്ഥ തന്നെ. ഈ സ്കൂൾ വർഷം തുടങ്ങിയ സമയത്ത് നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങളെടുക്കും. ജനുവരി 1 മുന്നിപ്പോയിട്ട് രാത്രി 12 മണിക്ക് മുൻകൂട്ടി പ്രവർത്തിച്ച നമ്മളുണ്ട്. ഇതിപ്പോ ചാരകസേനയ്ക്കായാലും മധ്യസഭാ സുഖമായിട്ട് ചാരയ്ക്ക് ഉറങ്ങാം അല്ലെ? തിരുവനന്തപുരം മുൻകൂട്ടി സ്വീകരിക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ അച്ഛൻ അവിടെ കൊണ്ടുവരുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. ഇവിടെ സ്പോൺസ് കൂടിയൊന്നും കണ്ടില്ല, അതുകൊണ്ട് മുട്ടുകുത്താൻ കാല് വേദനിക്കും അല്ലെ? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് താതാത്മ്യപ്പെടുന്ന ആധുനിക വിശ്വാസ സമൂഹം 10 സെക്കൻഡ് മുട്ടുകുത്താൻ പോലും വലിയ മോണിഷറായിരിക്കും. അതിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ട് ദൈവം തമ്മിലാണ്. എനിക്കറിയില്ല പ്രസാദിക്കാൻ വൈകിയത് നമ്മളിവിടെ തിരുവതാഴ്ച നടത്തുന്നു. എനിക്ക് തോന്നുന്നു ഈ കുശങ്ങൾ പോയി കുറച്ചു കാലം കഴിയുമ്പോൾ മാറും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് റോബോട്ട് കൊണ്ട് നിങ്ങളുടെ വായിക്കാത്ത പോയി ചെയ്യും. തിരുവത്താഴത്തിന്റെ രീതികളൊക്കെ മാറും. പോട്ടെ, രീതികളൊക്കെ പറയും. അത് എവിടെ കൺസീവ് ജീസസ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഈ പ്രകടനം കൊണ്ട് പര്യാപ്തമാകുന്നത് മാത്രം നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. ആ രീതികളൊന്നും ഞാൻ പറയില്ല. സ്നാനത്തിനെ പറ്റിയുള്ള സ്കൂളിലൊക്കെ നിൽക്കുന്നത് പോലെ തിരുവത്താഴ് എങ്ങനെ വേണം. ചില സഹോദരങ്ങളുണ്ടല്ലോ വലിയ പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരേ പാത്രത്തിൽ കൊണ്ടുപോയിരിക്കും. നമ്മൾ സ്വീകരിച്ചിട്ടൊന്നിരിക്കില്ല, ഒരേ പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടിരിക്കും. അതുകൊണ്ട് അച്ഛൻ ഈ വലിയ പാത്രം കൊണ്ട് ചുമ്മാ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ വിശ്വാസവും ഒരേ പാത്രം. ചിലർക്കാണെങ്കിൽ മുമ്പ് വായിക്കാൻ വെച്ചു നമ്മളതുപോലെ 2 സെപ്പറേറ്റ് കൊടുക്കും. ഇനി ചിലർക്ക് കിണ്ണത്തിൽ വെച്ചിട്ട് കൊടുക്കുമായിരിക്കും. ഡിപ്പെൻസ്. പക്ഷെ നിങ്ങൾ നിൽക്കുന്ന ആചാരങ്ങൾ വളർന്നോട്ടെ, അനുഷ്ഠാനങ്ങൾ വളർന്നോട്ടെ, പക്ഷേ ഉള്ളിൽ ക്രിസ്തു കയറുന്നതോ എന്നുള്ളതാണ്. ഉള്ളിൽ ക്രിസ്തു കയറണമെങ്കിൽ ഈ നേരത്തെ പ്രസംഗിച്ച് തുടങ്ങിയതുപോലെ ഉള്ളിൽ ക്രിസ്തു ഇടാണ്ടാകണം. ഉള്ളിൽ ക്രിസ്തുവിന് ഇടാണ്ടാകണമെങ്കിൽ നമ്മുടെ പാപമംഗലമാകുന്ന മനസ്സിനെ നമ്മൾ മാറ്റണം. പാപത്തെ എടുത്തു മാറ്റണം എന്നതേ നടക്കുള്ളൂ. ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇങ്ങനെ നിലച്ചു കൊടുക്കുന്നു. അച്ഛൻ അതുകൊണ്ട് ഈ മാത്രം വേഗതയിൽ പോവാം. 4 പക്ഷപാതം പിടിച്ച മനുഷ്യനെ നോക്കണം. നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾ ചോദിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഏത് കിടരോഗിയെയും പൊക്കിയെടുക്കണമെങ്കിൽ 4 പേര് വിചാരിച്ചാൽ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ഏത് മനുഷ്യനെയും രക്ഷപ്പെടുത്തണമെങ്കിൽ വെറും 4 പേര് വിചാരിച്ചാൽ മതി. തിരിച്ചു ചിന്തിച്ചാൽ 4 പേര് നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കുറെ ആൾക്കാർ കിടരോഗികളായി ഇന്നും തുടരുന്നത്. സൗഖ്യമൊക്കെ കൊടുത്തിട്ട് ചാനലുകാർ തിക്കിത്തിരക്കുന്നുണ്ട്. ആരാണ് ഈ 4 പേർ? ഞങ്ങൾക്കൊന്ന് കാണുന്ന നിന്റെ ഫോട്ടോ എടുക്കണം, സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുക്കണം, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യണം, എത്ര ലൈക്ക് കിട്ടുമെന്ന് നോക്കണം. ആ ലൈക്ക് തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങൾ ഫേമസ് ആകാൻ പോകുന്നു അല്ലേ? നിങ്ങൾ സ്നാനാകാൻ പോകുക. ഇതൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ പേരൊന്നും പറയണം. ബിക്കോസ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ കയ്യിലെ ഉപകരണം മാത്രം. ഇവരെ
മനുഷ്യനെ ദൈവസന്നിധിയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾക്ക് വേറെ പറ്റുന്നുള്ളൂ. ഞങ്ങളല്ല പ്രവർത്തിച്ചതെന്നും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഞങ്ങൾ ഇതൊന്നും സാധ്യമല്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് തങ്ങൾ ക്രൂശിന്റെ മറവിൽ ഒളിച്ചു നിന്നിട്ട് ക്രിസ്തുവിനെ പ്രൊജക്ട് ചെയ്യുന്ന 4 മനുഷ്യന്മാർ. അവരുടെ പേരെഴുതിയിരുന്നെങ്കിൽ ആ 4 മനുഷ്യന്മാരും നമ്മൾ ഇന്നും അവരുടെ പേര് ഓർക്കുമായിരുന്നു. പക്ഷെ പേര് വിളിക്കാൻ നിർവാഹമില്ല. ഒരു സുവിശേഷകൻ പേരെഴുതിയിട്ടില്ല. അവർക്ക് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. നമ്മളാണെങ്കിൽ എന്റെ ഫോട്ടോ പ്രദർശിക്കും പോലെ ഫ്ലക്സ് അടിച്ച് വെക്കുകയായിരുന്നു. യൗമാൻ 4 പേരോടെ ഈ പള്ളി ഇടരോഗിയായിട്ടുള്ള ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പബ്ലിസിറ്റി കൊടുക്കാൻ നോ പബ്ലിസിറ്റി. അങ്ങനെ 4 പേര്. പക്ഷെ അവന് പബ്ലിസിറ്റി കൊടുക്കണം. ഏതൊരു കുടുംബത്തെയും നിങ്ങൾക്ക് ഉയർത്തിയെടുക്കാൻ പക്ഷപാതമുള്ള കുടുംബങ്ങൾ ഓർത്തോളം അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ ജീവിതം പോകുന്നില്ല. കുടുംബനാഥന്മാർ ആഗ്രഹിക്കുന്ന രീതിയിൽ കുടുംബം പോകില്ല. പിള്ളേർ വിചാരിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം പോകില്ല. ഫുൾ എ പ്ലസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാ. ഓണപരീക്ഷ എഴുതി ഫുള്ളൊന്നും കണ്ടില്ല. ക്രിസ്മസ് പരീക്ഷ എഴുതിക്കൊണ്ട് എഴുതാൻ പോകുന്നു. ദൈവത്തിന് തന്നെയാണ്. പിന്നെയാണ് ഫൈനൽ പരീക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ. പക്ഷെ അവരുടെ ചിന്താഗതിയൊക്കെ ജൂൺ 1-ാം തീയതി സ്കൂളിൽ പോയപ്പോൾ ഫുൾ എ പ്ലസ് ആയിരുന്നു. വിചാരിച്ചതുപോലെ തീരുമാനമെടുത്തതുപോലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല പോലും. നിരാശയാണ് പലവരെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് 4 പേർ വിചാരിച്ചാൽ ഏത് നിരാശനായ വ്യക്തിയെയും നിങ്ങൾക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. 1-ാമത്തെ മനുഷ്യന്റെ പേര്, അവന്റെ പേരാണ് കമ്പാഷൻ, മനസ്സലിവ്. ആ നാട്ടിൽ മനസ്സലിവുള്ള കുറെ പേരുണ്ടായിരുന്നു. ആ കൂട്ടരാണ് കണ്ടുപിടിച്ചത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പാവപ്പെട്ട പയ്യനുണ്ട്. അവൻ വേറെ ഗത്യന്തരമില്ലാതെ കിടക്കുകയാണ്. അവനെ സൗഖ്യം കൊടുക്കുവാനായിട്ട് വേറെ ആർക്കും പറ്റത്തില്ല. ചികിത്സിക്കാൻ പൈസയും ഇല്ല. പക്ഷേ അവന്റെ ജീവിത സാഹചര്യം കണ്ട് വിഷമം തോന്നിയ തൈങ്ങി തോന്നുന്ന ചില ചെറുപ്പക്കാർ. അവന്റെ പേരാണ് കമ്പാഷൻ അല്ലെങ്കിൽ മനസ്സലിവ്. 1-ാമത്തെ ആളിന് ഞാൻ പേര് കൊടുക്കുന്നു കമ്പാഷൻ അല്ലെങ്കിൽ മനസ്സലിവ്. പിള്ളേർത്തിരിക്കണം. മനസ്സലിവുള്ള ചില മനുഷ്യന്മാരുണ്ടെന്ന് നാടിങ്ങനെ പോകുന്നത്. ഒപ്പം മരിച്ചിട്ടൊരു 3 മാസം ആകാൻ പോകുന്നു. 11-ാം തീയതി 10 ദിവസം കഴിയുമ്പോൾ പപ്പ മരിച്ചു കിടക്കുമ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ട് അമ്മയോട് പറയുന്നതാണ്. 83 വയസ്സിൽ പപ്പ ഓടിക്കുന്നു, 81 വയസ്സിൽ അമ്മ ഓടിക്കൊണ്ടിരിക്കുന്നു. ചേച്ചിയുടെ കാര്യം കഷ്ടമാകട്ടെ. ഇനി ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിക്കും അവരുടെ കൈകൂട്ടി പറയാൻ ചോദിച്ചു. ചേച്ചി ഒന്ന് മാറി തരും, ഒന്ന് പോയി തരും. ചില മനുഷ്യന്മാരൊക്കെ ഉണ്ടെന്ന് എങ്ങനെ ആൾക്കാരെ കിള്ളി വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഈ സൗഹൃദം കാണിക്കുന്ന ആൾക്കാർ. നിങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ചില രോഗികളൊക്കെ കാണാൻ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ടീച്ചർമാരെയൊക്കെ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഈഗതയുണ്ട്. നമ്മൾ വിചാരിച്ചത് എങ്ങനെ ഓടിച്ചേർക്കുന്ന മനുഷ്യനായിരുന്നു. നിങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണോ ആ മനുഷ്യനൊന്ന് രക്ഷപ്പെടുത്താൻ പോകാണ്ട് അറിയില്ലായിരുന്നായിരിക്കും പൊയ്ക്കോട്ടെ. അറിയില്ലായിരുന്ന ശ്രമിക്കുമായിരിക്കും. 1-ാമത്തെ മനുഷ്യന്റെ പേര് കമ്പാഷൻ അല്ലെങ്കിൽ മനസ്സലിവ്. ആ മനുഷ്യനാണ് പള്ളിക്കാരോട് പറഞ്ഞ ഒരാളിങ്ങനെ കിടപ്പുണ്ട്, ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ കഷ്ടപ്പാടിലാകും. അങ്ങനെ കമ്പാഷനുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. 2-ാമത്തെ വ്യക്തിത്വമാണ് ഫെയ്ത്ത്, വിശ്വാസം. വിശ്വാസമെല്ലാം വിശ്വാസത്തിലേക്ക് എന്തുണ്ട്? വിശ്വാസം കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നത്. റോമർ 10:17 പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പള്ളിയിൽ വന്നിരിക്കുന്നത്. അതിനെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിനെ വേണ്ടിയിട്ടുള്ള വിശ്വാസം കുറച്ചുകൂടെ ആഴമായി രൂപപ്പെടുന്നുണ്ട്. അല്ലാതെ ഓരോ ദിവസം പള്ളി മാറി പോയിട്ട് വിശ്വാസം നോക്കി വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ വിശ്വാസം ശോഷിച്ച് പോകുമ്പോൾ വിശ്വാസം പരിപോഷിക്കപ്പെടത്തില്ല എന്നുള്ളതിന് തത്വമൊന്നുമില്ല. അങ്ങനെ ഫെയ്ത്തുള്ള മനുഷ്യരല്ലോ. ഫെയ്ത്തുള്ള മനുഷ്യൻ കേട്ടുകഴിഞ്ഞപ്പോൾ ഫെയ്ത്തുള്ള പറഞ്ഞിടാ എനിക്കൊരു മനുഷ്യൻ ഭയങ്കര വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന് ഇവന്റെ കൃത്യം പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയും. കമ്പാഷനുള്ള ചില മനുഷ്യന്മാര് വ്യക്തികളെ കണ്ടുമുട്ടുന്നു. ഫെയ്ത്തുള്ള മനുഷ്യന്മാരോട് പറയുന്നു. ഫെയ്ത്തുള്ള ചില മനുഷ്യന്മാർ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താനായിട്ട് തങ്ങൾ വിശ്വസിക്കുന്ന ഇടത്തിലേക്ക് എത്തിച്ച വിശ്വാസമുണ്ടെന്നുള്ള വിശ്വാസത്തിന്റെ കണികളിൽ മനസ്സിലേക്ക് മാറുന്നു. 2-ാമത്തെ മനുഷ്യന്റെ പേര് വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത്. ഈ പള്ളിയിൽ കാണും മനസ്സിലുള്ള ഒരു കൂട്ടനും ഫെയ്ത്തുള്ള മറ്റൊരു കൂട്ടനും. 3-ാമത്തെ കൂട്ടന്റെ പേരാണ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ നിശ്ചയദാർഢ്യമുള്ള മനുഷ്യന്മാർ. ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിക്കുന്നത് നടപ്പിലാക്കാൻ കെൽപ്പുള്ള മനുഷ്യന്മാർ. അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നടത്തിയെടുക്കാൻ സന്തോഷം കാണിക്കുന്ന മനുഷ്യന്മാർ. അവർ ചിലപ്പോൾ മറ്റുള്ളതൊന്നും നോക്കുന്നില്ല, നടപ്പിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു വേദന, ഒരു ഭാരം നിങ്ങൾ മനസ്സിൽ കൂടെ കൊണ്ട് നടക്കുമ്പോൾ കുറെ നേരം വേദന കൊണ്ട് നടക്കുമ്പോൾ ഭാരം കൂടുതൽ തോന്നാറില്ല. ശരി, നിങ്ങളൊരു 10 കിലോ അരി എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പം വയ്ക്കും. പക്ഷേ 1 കിലോമീറ്റർ കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 400 മീറ്റർ കഴിയുമ്പോൾ നിങ്ങളുടെ കൈ
നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നു ഈ ഭാരം കുറേ നേരം. പണ്ട് കാലത്ത് അതിലുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ചുവട് താങ്ങി വരും. രണ്ട് കല്ലിങ്ങനെ വെച്ച് വേറെ കാലിലായിട്ട് വെക്കുമായിരുന്നു. ആ കല്ലിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഭാരങ്ങൾ ഇറക്കി വെക്കാനും തിരികെ എടുത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചൊന്ന് വിശ്രമിച്ച് കഴിഞ്ഞതിന് ശേഷം തിരികെ ആ ഭാരത്തിൽ നടന്നു കഴിയുമ്പോൾ ഭാരം കുറവ് തോന്നുമായിരുന്നു. ഒരു മനുഷ്യനിങ്ങനെ യാത്ര ചെയ്ത് തലച്ചുകൊണ്ടുമായിട്ട് പോകുമ്പോൾ ലോറി കാണുന്നു, ലോറിക്കാരൻ നടത്തിയുള്ള കഷ്ടപ്പെടണം, നീ എന്റെ ലോറിയിൽ കയറിയോ, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. കുറേയേറെ വേണ്ടി മനുഷ്യൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണാടിയിലൂടെ കാണാം ഈ മനുഷ്യൻ വീണ്ടും തലയിൽ ഭാരം വെച്ചുകൊണ്ട് തന്നെ ലോറിക്കാത്തിരിക്കുന്നു. അവരോട് പറയുന്നത് ഭാരം ലോറി കിടക്കുകയും ആ പുള്ളിക്കാരൻ പറയുന്നത്, ചേട്ടാ എന്നോട് അന്ന് കാണിച്ചതിന് വലിയ പുണ്യം, എന്നോട് ഈ ലോറി കയറാൻ പറ്റുന്ന പുണ്യം, പിന്നെ അങ്ങേക്കിട്ട് ഒരു പുണ്യോടെ തരാൻ വേണ്ടി ഈ ഭാരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാക്കിയിട്ട് എന്നൊക്കെ വിചാരിക്കുന്ന ചില മനുഷ്യന്മാർ. പള്ളിയിൽ വരുന്നത് ഇങ്ങനെയുള്ള മനുഷ്യന്മാര് ക്രിസ്തുവിന്റെ സന്നിധിയിൽ വന്നിരുന്നിട്ട് ഈ ഭാരം തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ആഴ്ചതോറും പള്ളിയിൽ വന്നിട്ട് സമാധാനം കിട്ടാനായിട്ട് പള്ളിയിൽ വന്നിട്ട് ശാന്തിക്ക് വേണ്ടി ശാന്തി തിരഞ്ഞ് പള്ളിയിൽ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ആ അസമാധാനം പിടിച്ചുകൊണ്ടിരിക്കുക. ഭാരമൊക്കെ മനുഷ്യന്മാർക്ക് കൂടിക്കൂടി പോകുന്നുണ്ട്. സമയം തീരാൻ പോകുന്നത് നടത്താം. മൂന്നാമത്തെ മനുഷ്യന്റെ പേര് നിശ്ചയദാർഢ്യം, ഡിറ്റർമിനേഷൻ. ചുമന്നുകൊണ്ട് ഇവിടെ വരുന്ന വഴിയിൽ പദ്ധതി വഴിയിൽ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റാണ്. 4 പേര് 3 പേര് ചിലപ്പോൾ പറഞ്ഞു കാണും ഞങ്ങൾ പോകുന്നു മതിയാക്കി, എനിക്ക് പറ്റില്ല, ഒഴിച്ചു പോലും മുന്നോട്ട് പോകും. അപ്പോഴും മറ്റവർ പറയുന്നത് നിശ്ചയദാർഢ്യം മുന്നോട്ട് പോകണം, ഞങ്ങളുണ്ടതാ, ഞാനുണ്ട്, ധൈര്യമായിട്ട് പോകും. അങ്ങനെയൊക്കെ ധൈര്യം കൊടുത്തതിലാണ് ഈ പള്ളിപ്പണിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 32 വർഷം മുമ്പ് പള്ളിപ്പണിയുടെ പകുതി വഴിയിൽ നിന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോകും, പൈസ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില അമ്മൂമ്മമാരും ഉപ്പുമാരും അവർക്കുണ്ടായിരുന്ന സമ്പത്തിനെ സ്വർണ്ണത്തിനെ കൊണ്ട് തന്നിട്ട് നിങ്ങൾ പണയം വെച്ചോ, അല്ലെങ്കിൽ ഇന്ന സാധനമുണ്ട് ഇത്ര രൂപ വേറെ ആവശ്യത്തിന് വെച്ചിരിക്കുന്നത് സർക്കാർ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാലിച്ച് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം പറഞ്ഞു ചില ആൾക്കാർ. അല്ലാതെ ചുമ്മെന്നല്ല കെട്ടിടങ്ങളിങ്ങനെ പോകുന്നതെന്ന് തിരിച്ചറിയണം. നിശ്ചയദാർഢ്യമുള്ള ചില മനുഷ്യന്മാർ അനിവാര്യമാണ്. പിന്നെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ അടുത്തേക്ക് നോക്കുന്നു, വീട്ടിനുള്ളിൽ പ്രവേശിക്കാൻ ഒരു മാർഗവുമില്ലാതെ കഷ്ടപ്പെട്ട് തുറന്നു നിൽക്കുമ്പോൾ അവർക്ക് എന്താ പറയുന്നത്, ഒരു വഴിയേ ഉള്ളൂ, ഇത് നീ വേണമെങ്കിൽ തമാശ പറഞ്ഞിരിക്കുന്നു, ഈ വീട്ടിന്റെ കൂര പിടിച്ചാൽ വേണമെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ നിശ്ചയദാർഢ്യോടൊപ്പം വിളിച്ചോളാൻ പറഞ്ഞു. ഇവിടെയുള്ളവരൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പണി കിട്ടും, 8ന്റെ പണി കിട്ടാൻ അനുസരിച്ച് ഞങ്ങൾ ആരും കൂടെ കാണുന്നില്ല, നീയാണ് എന്റെ പുറപ്പ് എന്നൊക്കെ പറയുമ്പോഴാണ് പറയുന്നത് 50 പത്രം കൊണ്ടുപോകണം, ഞാൻ എഴുതിയാൽ ഞാൻ നേരിട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് നിശ്ചയദാർഢ്യം പറയുന്ന ചില മനുഷ്യന്മാർ. അവരാണ് മൂന്നാമത്തെ കൂട്ടർ. 4ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവരാണ് സ്നേഹമുള്ള മനുഷ്യന്മാർ. ലവ് എന്ന് പറയുന്ന സ്നേഹം. സ്നേഹമുണ്ടെങ്കിലേ ഈ 3 കൂട്ടിച്ചേർക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പാലൊക്കെ വരം കഴിച്ച് 4ആയിട്ട് പെട്ടെന്ന് പോകും. അങ്ങനെ നിശ്ചയദാർഢ്യമുള്ള മനുഷ്യന്മാരും മനസ്സങ്ങളുള്ള മനുഷ്യന്മാരും ഡിറ്റർമിനേഷനുള്ള വെയിറ്റുള്ള മനുഷ്യന്മാരും സ്നേഹമുള്ളവരും കൂടിച്ചേരുമ്പോൾ കസേരയുടെ 4 കാല് പോലെ ഇതൊന്ന് നിൽക്കും. ഏതെങ്കിലും ഒരു വിഭാഗം ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ഇത് ചരിക്കും എന്നുള്ളൊരു സംശയമാണ്. നമ്മുടെ നാട്ടിൽ ഗതികെട്ടറിയുന്ന പക്ഷപാതം പിടിച്ച ജീവിതത്തിൽ ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാരെ രക്ഷപ്പെടുത്താൻ സഭയിൽ 4 കൂട്ടരുണ്ടായിരുന്നാൽ മതി. മനസ്സിലുള്ള മനുഷ്യന്മാർ, വിശ്വാസമുള്ള മനുഷ്യന്മാർ, നിശ്ചയദാർഢ്യമുള്ള മനുഷ്യന്മാർ, സ്നേഹമുള്ള കൂട്ടർ. ഈ 4 പേരും സമ്മേളിക്കുമ്പോൾ ഏതൊരു മനുഷ്യനെ നിങ്ങൾക്ക് അവനെ പൊട്ടിക്കൊണ്ടുവരാൻ പറ്റും. ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഈ മനുഷ്യനെ ഇറക്കി വയ്ക്കുന്നുണ്ട്. പിന്നെയുള്ള സംഭവങ്ങളൊക്കെ അവരോട് ചോദിക്കണം, നീ പാപം ചെയ്യുമോ? ഒരു ബന്ധമില്ലാത്ത എന്നൊക്കെ നമുക്ക് തോന്നും. നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ കട്ടിലെടുത്ത് കിടക്കെടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ വാതിലുകൾ തുറന്നു കൊടുക്കുന്നുണ്ട്, സുഖമായിട്ട് അവരെ പുറത്തോട്ട് ഇറങ്ങിപ്പോകാം. ക്രിസ്തുവിനെ കാണാൻ വന്ന ആൾക്കാർ മുഴുവനും വീട്ടിൽ തിക്കി തിരക്കി നിൽക്കുന്നുണ്ട്. 2 കൂട്ടരാണ് പള്ളിയിൽ നിന്ന് വരുന്നത്. ഒന്ന് കാണാൻ വരുന്ന ആൾക്കാർ, മറ്റൊന്ന് അനുഭവിക്കാൻ വരുന്ന ആൾക്കാർ. അനുഭവിക്കാൻ വരുന്ന ആൾക്കാരെ അകത്തേക്ക് നടത്താതെ കാണാൻ വന്ന ആൾക്കാർ വളരെ നേരത്തെ വന്ന് ഈ വീട്ടിന്റെ വാതിലിൽ തിക്കി തിരക്കിയിരിക്കുന്നുണ്ട്. സൗഖ്യം കിട്ടി കഴിഞ്ഞപ്പോൾ അകത്തോട്ട് സൗഖ്യം പ്രാപിക്കാൻ കയറാൻ വന്നപ്പോൾ ഒറ്റ വാതിലൂടെ കയറ്റി വിട്ടില്ല. പക്ഷേ സൗഖ്യം പ്രാപിച്ച് തിരിച്ചിറങ്ങി പോകാൻ വരുന്നവർ ചാടിയും തുണിയും കൊണ്ടേ കട്ടിലെടുത്ത് തിരിച്ചു പോകാനായിട്ടുള്ള വാതായനം തുറന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആധുനിക സഭയുടെ ഒരു ഭാഗം നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് കഴിയും. ഇതാണ് ഇന്ന് സഭയിലാണ് ആവശ്യമുള്ള മനുഷ്യന്മാർ മുഴുവൻ പുറത്തിറങ്ങി ഇങ്ങനെ ചുറ്റി നടക്കുക. ആവശ്യം ഇല്ലാത്തവർ കാഴ്ചക്കാരായി
32-35 വയസ്സൊക്കെ എവിടെയും തെറ്റാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ചോരത്തിളപ്പിന്റെ കാലഘട്ടത്തിൽ എടുത്തുചാട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ദൈവാനുഭവത്തിൽ സഭയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഈ നാലുകൂട്ടർ ഒരുമിച്ച് ചേരൂ. സഭ ഇനിയും സുദൃഢമായി മുന്നോട്ട് പോകും. അതിന് ദൈവം ഇടവകയെ സഹായിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 32ാമത് സഭാദിനത്തിൽ സർവ്വ ആശംസകൾ നിർത്തുന്നു.